നമസ്കാരം. ഞാൻ ആറ്റേൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയം നമ്മൾ നോക്കാൻ പോകുന്നത് പുതുവർഷ ഫലമാണ്. ഇതാ വീണ്ടും ആഗമനമായി 1200 വർഷം വരെയാണ്. നമുക്ക് ഈ വർഷം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വർഷഫലമാണ് പറയാൻ പോകുന്നത്. അതായത് ഇംഗ്ലീഷ് ഡേറ്റ് പറയുകയാണെങ്കിൽ ഈ വരുന്ന ആഗസ്റ്റ് 16 മുതൽ 2024 ആഗസ്റ്റ് 16 മുതൽ 2025 ആഗസ്റ്റ് 17 വരെ കൊല്ലവർഷ ഫലം 1200 വർഷ കൊല്ലവർഷ ഫലമാണ് പറയുന്നത്. അപ്പം മേടം മുതൽ മീനം വരെ രാശിക്കാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം വൃശ്ചിക രാശിക്കാർക്ക് എങ്ങനെ? വിശാഖം കാല് അനിഴം തൃക്കേട്ട് അടങ്ങുന്നതാണ് വൃശ്ചിക കൂറ്. ഇവർക്ക് ഈ വർഷം 3/4 ഭാഗവും ഐശ്വര്യപൂർണ്ണമായിരിക്കും. നമുക്ക് എന്തൊരു കാര്യവും നേടിയെടുക്കാനുള്ള സമയമാണ്. ഇതിലൊരു പ്രത്യേകത, ഈ വർഷം തന്നെ 1200 വർഷം 5 ഗ്രഹമാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ അത് ഏതെല്ലാം ഗ്രഹം നോക്കാം. മെയ് 14 2025 മെയ് 14 വ്യാഴൻ ഗുരു ഭഗവാൻ 7 നിന്ന് 8 സഞ്ചരിക്കുകയാണ്. അതായത് ഇടവത്തിൽ നിന്ന് മിഥുനത്തിൽ. രാഹുകേതുക്കൾ മെയ് 18 2025 മെയ് 18 മീനത്തിൽ നിന്ന് കുംഭത്തിലോട്ടും രാഹു, കന്നിയിൽ നിന്ന് ചിങ്ങത്തിലോട്ട് കേതു. അപ്പോൾ അത് നമുക്ക് 4/10 ഭാവതിയാണ് പറഞ്ഞത്. ശനിയാകട്ടെ കണ്ടകൻ മാറുകയാണ്. മാർച്ച് 29 2025 മാർച്ച് 29 കണ്ടക ശനിയുടെ മാറ്റം. അപ്പോൾ 5 മീനത്തിൽ. കുജനാണെങ്കിൽ ഈ വർഷം അതായത് 2024 ഒക്ടോബർ 20 മുതൽ 2025 ജാനുവരി 21 വരെ 90 ദിവസം നമുക്ക് ഭാഗ്യസ്ഥാനത്താണ്. അതായത് 9 നീചം ഭവിച്ചാണ് സഞ്ചാരം. അപ്പോൾ അസ്തംഗം എന്ന് പറയും. 3 മാസത്തെ കാലയളവ് ഒരേ രാശിയിൽ സഞ്ചരിക്കുന്നത് അസ്തംഗം എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമുക്ക് പൊതുഫലം പറയുമ്പോൾ മെയ് 14 വരെ 2025 മെയ് 14 വരെ വ്യാഴൻ്റെ സഞ്ചാരം വളരെ അനുകൂലമാണ്. വിശാഖം കാല അനിഴം തൃക്കേട്ടക്കാർക്ക് വിവാഹാദി കാര്യങ്ങളിലൊക്കെ വളരെ സപ്പോർട്ടീവാണ്. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ കാലയളവ് വിവാഹയോഗം കാണുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും ഉന്നത പഠനം അല്ലെങ്കിൽ ഉന്നത പരീക്ഷാ വിജയം കൈവരിക്കാൻ സാധിക്കും. 5 രാഹുവിൻ്റെ സ്ഥിതി ചെറിയ അരിഷ്ടത ഉണ്ടാക്കുമെങ്കിലും 11 കേതുവിൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ് കാണുന്നത്. കണ്ടകശനിക്ക് ഇപ്പോൾ വക്രഗതിയാണ് കണ്ടകശനി. ഇനിയിപ്പോൾ 2025 മാർച്ച് 29 ശേഷം മീനത്തിൽ വരുന്നത് 5-ാം ഭാവമാണ്. അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈ കാലയളവ് ചെറിയ അലസത കാണുന്നു. ഇപ്പോൾ ബിസിനസ് മേഖല പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്. വ്യാഴൻ്റെ സ്ഥിതി അനുകൂലമാണ്. അപ്പം ഈ വർഷം 3/4 ഭാഗവും നമുക്ക് അനുകൂലമാണ്, പ്രതികൂലമല്ല. ഇപ്പോൾ വിവാഹാദി കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. മെയ് 14 മുമ്പ് തന്നെ വിവാഹാദി കാര്യങ്ങൾ നടത്തിക്കൊള്ളണം. ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു വർഷം വ്യാഴൻ്റെ സ്ഥിതി 8 മറവാണ്, വിവാഹാദി കാര്യങ്ങൾ നടക്കില്ല. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് കിട്ടുന്ന ലാഭം സ്വരൂപിച്ച് വയ്ക്കുക. നമുക്കത് ഭാവിയിൽ ഗുണം ചെയ്യും. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഈ കാലയളവ് 5 രാഹുവിൻ്റെ സ്ഥിതി, 4 ശനിയുടെ സ്ഥിതി, പിന്നെ 3/4 ഭാഗം കഴിയുമ്പോൾ 5 ശനിയുടെ സ്ഥിതി, 4 രാഹുവിൻ്റെ സ്ഥിതിയൊക്കെ നമുക്ക് ദോഷമാണ് കാണുന്നത്. പരിഹാരാർത്ഥം ശനിപ്രീതിക്കായി നമുക്ക് ക്ഷേത്രപരിഹാരം പോലെ തന്നെ വൃശ്ചികക്കൂറുകാർ നടത്തേണ്ടത് വൃദ്ധസദനത്തിൽ ജന്മനക്ഷത്രത്തിന് എല്ലാ മാസവും തന്നാലാകുന്ന അന്നദാനം നടത്തുക. രാഹുവിൻ്റെ സ്ഥിതിക്ക് സർപ്പക്കാവിൽ വഴിപാട് യഥേഷ്ടം നടത്തുക. നമുക്ക് ദോഷകാഠിന്യം കുറയും. പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും 2025 മെയ് 14 മുന്നേ അംഗീകാരം കിട്ടാനുള്ള അവസരം കാണുന്നു. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പ്രമോദി കിട്ടാനുള്ള അവസരം കാണുന്നു. എന്തുകൊണ്ടും നമുക്ക് ഒരു 8-9 മാസ കാലയളവ് അനുകൂലമാണ് കാണുന്നത്, പ്രതികൂലമല്ല. അപ്പോൾ എന്തുകൊണ്ടും
സർവ്വ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.